ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ AGP's World. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ, ചിറ്റിലപ്പള്ളി സ്ക്വയറിന് മുമ്പിലാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വന്നേക്കണത്. റോഡിൽ ഭയങ്കര നോയ്സാണ്. അപ്പോൾ ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ അകത്തേക്കുള്ള പോയി വീഡിയോസ് കാണാം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ AGP's World. ഫ്രണ്ട്സ്, നമ്മളിത് ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ അകത്തേക്ക് കയറുവാണ് കേട്ടോ. കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണിച്ചു തരാം. അടിപൊളിയാണ്. പോണ വഴി തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. അകത്തേക്ക് കയറി പോകുമ്പോൾ തന്നെ ജസ്റ്റ് കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇവിടെ വരുമ്പോൾ തന്നെ ചിറ്റിലപ്പള്ളി സ്ക്വയറിന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വലിയൊരു കവാടം. ഇതാണ് കേട്ടോ ചിറ്റിലപ്പള്ളി സ്ക്വയർ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോവാണ്. ഇതേ വാട്ടർ റൈഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഇതേ വാട്ടർ റൈഡിൻ്റെ പരിപാടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്കുള്ള കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണിത്. ഇതേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ എൻട്രൻസിലെത്തി. ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. ഫാമിലിനെയൊക്കെ അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതാണ് വാട്ടർ റൈഡിന് വേണ്ടിയുള്ള നമ്മുടെ വീഗാലാൻഡിലൊക്കെ ഉള്ള പോലത്തെ സംഭവം. അല്ലേ, ഈ പോണ വഴി അതിമനോഹരമാണ് കേട്ടോ. ഇത് നോക്കി, സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ വഴി നല്ല രസമുണ്ട്. രണ്ട് സൈഡിലും പൂക്കളൊക്കെ വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്ക് കയറുമ്പോഴുള്ള വിശേഷങ്ങൾ. ബാക്കി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറി കാഴ്ചകളെ കാണാം കേട്ടോ. നമ്മളിത് നടന്നു വരുമ്പോൾ തന്നെ താഴെ പിള്ളേർ ഇങ്ങനെ കളിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേരെയും കൂടി വന്നാൽ പിള്ളേർക്ക് അടിപൊളിയാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിള്ളേർക്ക് എന്തായാലും, അത് ഷുവറാണ്. ജസ്റ്റ് വൺ ടൈമൊക്കെ വരാം. 350 രൂപയാണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ വാട്ടർ റൈഡിനും സ്വിമ്മിംഗ് പൂളിനും സെപ്പറേറ്റ് വേറെ കാശാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ റേറ്റ് പറഞ്ഞത്. താഴെ പിള്ളേർ കളിക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. ബാസ്കറ്റ് ബോളൊക്കെയാന്ന് തോന്നുന്നു. പിന്നെ സൈക്കിൾ ഓട്ടി ഇറങ്ങുന്ന കുറച്ച് പിള്ളേരെ കണ്ടു. എനിവേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തായിരുന്നു. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലാണ് നടക്കുവാണ്. ജസ്റ്റ് ഇവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, വണ്ടികളൊക്കെ ഇതിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്, വണ്ടികൾ വരുന്നുണ്ട്. അപ്പം ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. വൈകുന്നേരം ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെയുള്ള വ്യൂ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ലെഫ്റ്റിലേക്ക് പോകണം. പാർക്ക് ചെയ്യാൻ നേരെ താഴേക്കും പോകണം. ബേസ്മെൻറ്റ് പാർക്കിങ്ങാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് വഴി. ഇതിവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, അതേ കാണിച്ചു തരാം. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം. കണ്ടില്ലേ, ഇതാണ് ചിറ്റിലപ്പള്ളി സ്ക്വയറിൻ്റെ ഒരു പുറത്തൊരു വ്യൂ. ഇനി നമുക്ക് അകത്തേക്ക് പോകണം. അകത്തേക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഉണ്ട് നമുക്ക് ഈ ഡിസ്പ്ലേ ബോർഡിൽ കാണാം. ഇത് സ്കേറ്റിംഗ്, നേരത്തെ ക്രിക്കറ്റ് കളിക്കാനായി കാണാമായിരുന്നു. ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ് പ്രാക്ടീസ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ. ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്. ഇവിടെ ഐ ലവ് ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാം. പപ്പയും മമ്മി കയറല്ലേ? എന്നാൽ നിങ്ങളിവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാം. ഇവിടെ എല്ലായിടത്തും ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കൊച്ചും വൈഫും കൂടെ പോവാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കട്ടെ. ഇവിടുത്തെ ആനയുടെയൊക്കെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം മറ്റേ കങ്കാരുവിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. ബാക്കി അകത്തുള്ളതൊക്കെ കഴിച്ചു തരാം. എന്തേ ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ കാണാം. എന്നാലും ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ ചെയ്യണം. വേണം നമ്മുടെ മെട്രോയിലൊക്കെ ഉള്ള പോലെ ഇവിടെ സ്കാൻ ചെയ്യണം. ഇവർ കയറി പോക്കോ. സ്കാൻ ചെയ്ത് ആദ്യത്തെ ആൾ കയറി, രണ്ടാമത്തെ ആൾ കയറി.
ഓക്കെ 3 പേര് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് കയറി കണ്ടോ. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു കളിപ്പാട്ട് കട ഉണ്ട് കേട്ടോ. അതെ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി പോട്ടെ ഓരോ റൈഡിൽ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ സൈക്കിളേ കയറാൻ പോകാം കേട്ടോ. നമ്മൾ ഫാമിലി സൈക്കിളാണ് എടുക്കുന്നത് ആദ്യം. ഇതാണ് ഫാമിലി സൈക്കിള്. അപ്പോൾ നമ്മൾ ചവിട്ടി പോകണം. ഇതുണ്ടല്ലേ ഒരു ഫാമിലി കയറിയേക്കണേ കേട്ടോ. അപ്പോൾ ഈ സൈക്കിളിൽ കയറാൻ പോകട്ടോ. ഈ ഇവിടെ ഫ്രണ്ടിൽ നിനക്ക് ചവിട്ടാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ ചവിട്ടണേ. നീ ഫ്രണ്ടിൽ ഇതുണ്ട്. ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതുണ്ടോ ക്രിക്കറ്റ് പ്രാക്ടീസൊക്കെ ഉണ്ട്. ചിറ്റലപ്പള്ളി സ്ക്വയറിൽ ഇപ്പോൾ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ക്രിക്കറ്റിൻ്റെ ഒക്കെ. ഇതുണ്ടോ. പിന്നെ സൈക്കിളിൽ കയറട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാട്ടെ, സൈക്കിളോട്ട് പോവാം. അമ്മേ നേരെ വിളിക്കുക തിരിച്ചു പിടിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഓൺ വോയിസ് ഇടാണ്. കാരണം വീഡിയോ എങ്ങനെയോ സ്ലോ മോഷനായി പോയി. ഇപ്പോൾ കൊച്ചെടുത്തതിൻ്റെ ആണോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്നാൽ ഈ സൈക്കിൾ ചവിട്ടുന്ന ഒരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു. 2 പേര് പുറകിലിരുന്ന് സൈക്കിൾ ചവിട്ടുക, അതിലൊരാൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അത് അവർക്ക് ചവിട്ടൊന്നും വേണ്ട, അവർക്ക് ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 3-4 പേര് ഇറങ്ങുന്ന ഒരു ടീമിനെത്തി കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചവിട്ടി പോകാം കേട്ടോ. അപ്പോൾ കൊച്ചി ഫ്രണ്ടിലിരുന്ന് വീഡിയോയും എടുത്തു, ഞങ്ങൾ ബാക്കിലിരുന്നു. ഞാനും ചവിട്ടി, പൈപ്പും ചവിട്ടി, ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സൈക്കിൾ ഓട്ടി പോകുന്നത് ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു വമ്പൻ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി പിന്നെ കാണിച്ചു തരാം കൊണ്ടോ. ഞങ്ങൾ ഇങ്ങനെ പോവാണ്. നല്ല രസം. നമ്മൾ തന്നെ ഇങ്ങനെ ചവിട്ടും. അടുത്ത ഞാൻ ക്യാമറ മേടിച്ചുട്ടോ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. വീഡിയോയുടെ വോയിസ് പിന്നെയും പോയി, വീഡിയോ സ്ലോ മോഷനിലായി പോയി. അപ്പോൾ നമ്മൾ 2x സ്പീഡ് കൂട്ടണമെന്ന് കേട്ടോ. അപ്പം ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് ഈ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ഓട്ടിക്കൊണ്ട് ഇതിൽ ക്യാമറ എടുക്കാൻ ഭയങ്കര ഒരു ചടങ്ങ് പരിപാടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമാണ് നമുക്ക് വീഡിയോ എടുത്ത് ഈ സൈക്കിൾ ഓട്ടാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയല്ല നമുക്കിത് ആസ്വദിക്കാനും പറ്റില്ല, മര്യാദയ്ക്ക് വീഡിയോ ഔട്ട്പുട്ടും കിട്ടില്ല. എന്നിരുന്നാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് ഇത് നന്നായിട്ട് ആസ്വദിക്കാം. നമുക്കിതിൽ എത്ര റൗണ്ട് വേണമെങ്കിലും ചവിട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചവിട്ടിയിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കാണിച്ചടാ ഒരു ഹായ് പറഞ്ഞ്. അപ്പോൾ കൊച്ച് ഭയങ്കര ഹാപ്പി കേട്ടോ, വൈഫും ഭയങ്കര ഹാപ്പി. ഇത് സെറ്റ് ആട്ടോ. നമുക്കിങ്ങനെ ചവിട്ടി പോവാം. അപ്പോൾ ഉള്ള കാഴ്ചകൾ നിങ്ങൾ കാണണം കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മൾ ചവിട്ടി പോവാണ്. സൂപ്പർ പരിപാടിയാ. എന്തിനാ കുഞ്ഞാ ഇനിയിപ്പോൾ ബാക്കിലിരിക്കാൻ പറ്റുമോ? ശരി, അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിർത്തി തരാം. കൊച്ചിന് സൈക്കിൾ ചവിട്ടണമെന്ന് പറഞ്ഞേട്ടോ. അപ്പോൾ അവിടെ ചെല്ലട്ടെ, ഞാൻ നിർത്തി തരാം. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടവും. ഇതേ ഒരു വലിയ സൈക്കിളൊക്കെ ഉണ്ട് ഇവിടെ, പഴയ കാലത്തെ സൈക്കിൾ പോലത്തെ വലിയ സൈക്കിള്, നമ്മുടെ മീൻകാരുടെ സൈക്കിള്. അപ്പോൾ ഓക്കെ, അടുത്ത സൈറ്റിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്താണോടാ അടിപൊളിയായിരുന്നോ? മടുത്ത് കൈസ്. ഇനി ഇങ്ങനത്തെ സൈക്കിൾ എടുക്കാൻ പോകട്ടോ, ഡബിൾ ഡെക്കർ സൈക്കിൾ. നമുക്കിനി ഡബിൾ ഡെക്കർ സൈക്കിളിൽ കയറി ചവിട്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാനും കൊച്ചിങ്ങടെ ഡബിൾ ഡെക്കർ സൈക്കിളിലൊന്ന് കയറിയിട്ട് വരാം ഗൈസ്. ഞങ്ങൾ ചവിട്ടാൻ പോവാം ഗൈസ്. ഞങ്ങൾ ചവിട്ടാൻ പോവാണ്. അപ്പോൾ ചവിട്ടുന്നതിൻ്റെ വീഡിയോ ഇങ്ങനെ പുറകെ എടുക്കും. വൈഫാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. എൻ്റെ മതി നീ ബാക്കിലേക്കാ. ഇപ്പോൾ ഞങ്ങൾ താഴെ പോയി. ഞങ്ങളിപ്പോൾ താഴെ പോയാൽ അതുകൊണ്ട് ജസ്റ്റ് ഡ്രൈവർ ഒന്ന് മാറി കയറി വന്നേ. അപ്പോൾ ജസ്റ്റ് ഡ്രൈവർ ഒന്ന് മാറിയിട്ടോ. അപ്പോൾ പോവാണ് ഞങ്ങൾ. ശരി, എടുത്തോട്ടെ, പുറകെ എടുത്തു പോരെ. കുറച്ച് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തോ. ഈ റൗണ്ടും കഴിഞ്ഞു. ഇനി നമ്മൾ വേറെ എന്തിലെങ്കിലും കയറാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സൈക്കിൾ കൊണ്ടുവയ്ക്കട്ടെ, മടുത്തു കേട്ടോ. അപ്പോൾ ഗൈസ്, സൈക്ലിംഗ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇനി ഇവിടെ ജിമ്മുണ്ട് കേട്ടോ. അതേ കാണിച്ചിട്ട് എന്തേ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ജിമ്മ്. അപ്പോൾ ഞാൻ ക്യാമറ ഫ്രണ്ടിലേക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതേ ഗൈസ്, ഇവിടെ ക്യാരംസ് കളിക്കാനുള്ള ഓപ്ഷൻ. പിന്നെ പിള്ളേർക്ക് വേണ്ടിയുള്ള ഓപ്ഷൻ ഇതേണ്ടില്ലേ. ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഓപ്പൺ ജിമ്മാണ് കേട്ടോ ഇവിടെ. അതേ നോക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ജിമ്മ് ചെയ്യാം. അകത്തേക്ക് കയറി നമുക്ക് ജിമ്മൊക്കെ ചെയ്തിറക്കാം കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇവിടെ ജിമ്മൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചവിടെ ഒരു വെടിക്കെട്ട് സ്ഥലത്ത് കയറിയിട്ടുണ്ട്. ചാടുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുത്തി മരണ കേട്ടോ.
ദേ ഇവിടെ സൂക്ഷിച്ചു വേണേ. ഇവിടെ വേറൊരു കൊച്ചു ചാടുണ്ട്. ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. 350 രൂപയ്ക്ക് ഇത് വർത്താണ് കേട്ടോ, സത്യമായിട്ട് വർത്താണ് കേട്ടോ. ഇവിടെ അടിച്ച് പൊളിച്ച് നടക്കാട്ടോ നമുക്കിത്. ഇതൊന്നും അല്ല കേസ്, ഇതിൻ്റെ അപ്പുറ സൈഡിലേക്ക് ഇനി പിള്ളേർക്കുള്ള വേറെ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും പോകണം, ബാക്കി ആക്ടിവിറ്റീസൊക്കെ പുറകെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വോയിസ് ഓവറിലേക്ക് വന്നേക്കുവാണ്. കാരണം ഇവിടെ ഒരു ഗാനമേള നടക്കണ്ടായിരുന്നു. ഗാനമേളയിൽ നല്ല രീതിയിൽ സിനിമാ പാട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമാ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് അടിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവറിലേക്ക് വന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കുണ്ട് കേട്ടോ. ഈ പാർക്കിൽ കുട്ടികൾക്കുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമ്മൾ സാധാരണ പാർക്കിൽ കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ സൂപ്പർ പാർക്കാണിത്. അപ്പം ഇവിടെ പിള്ളേരെയും കൊണ്ട് വരുവാണെങ്കിൽ സത്യമായിട്ടും പറയാമല്ലോ, പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നേച്ചർ ബ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു പോണ്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു അരുവിയുണ്ട്, വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു അരുവി. ഇതെല്ലാം നമ്മുടെ എന്താ പറയുക കൊച്ച് ഹൗസ് ചിറ്റിലപ്പള്ളി സാറ് അതുപോലെ നമ്മുടെ വീഗാലാൻഡ് ടീമും അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തെന്ന് പറയണത് തന്നെ നമുക്കെന്താ പറയുക, ഒരു അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ്. കാരണം ഇത് ഒരു ദിവസം പോയി നമുക്കൊന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ ഇതൊരു അടിപൊളി സെറ്റപ്പ്. കണ്ടില്ല ഈ വീഡിയോ, ഈ ഷോട്ട് തന്നെ നോക്കുന്ന അത്ര മനോഹരമാണെന്ന് നോക്കി. അപ്പം നമുക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിള്ളേർക്ക് ഈ ഒരു ഏരിയ എങ്ങനെ ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പം നമ്മുടെ പിള്ളേരെ കൊണ്ട് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ നമ്മുടെ ചിറ്റിലപ്പള്ളി സ്ക്വയർ. അപ്പം അത് ഇങ്ങനെയൊരു കണ്ടില്ലേ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിച്ച് നടക്കാം. പിള്ളേരെ അവിടെ കളിക്കുമ്പോൾ മുതിർന്നവർക്ക് ഒരിക്കലും ബോറടിക്കില്ല. മുതിർന്നവർക്ക് എന്തായാലും പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. നല്ല മനോഹരമായ പൂക്കളൊക്കെ ഇവിടെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിള്ളേർ പാർക്കിൽ ഈ സ്ലൈഡ് ചെയ്യണ ഇതിലും ഈ ഊർന്നിറങ്ങണ ഈ സെറ്റപ്പിലൊക്കെ കയറി അടിച്ച് പൊളിച്ച് നടന്നോളും. അവർക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരെയും കിട്ടും കേട്ടോ. ഇവിടെ വരുമ്പോൾ കണ്ടില്ല ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ സെയിം ഏജിലുള്ള പിള്ളേരുള്ളതുകൊണ്ട് പിള്ളേർ നമ്മൾ കൊണ്ടുവരുമ്പോൾ പിള്ളേർക്കും ബോറടിക്കില്ല. പിള്ളേർക്ക് അവരുടെ കൂടെ ഒരുമിച്ച് കളിച്ച് നടക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല മ്യൂസിക്കും കേൾക്കാം കേട്ടോ. കാരണം ഇവിടെ അവർ പല പല ഷോകൾ വെച്ചിട്ടുണ്ട്. ഞാൻ ചെന്ന സമയത്ത് അവിടെ എന്താ പറയുക ഗാനമേള നടക്കുമായിരുന്നു. അതിനുശേഷം അവരൊരു മാജിക് ഷോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. പിന്നീട് നമ്മൾ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു റോപ്പ് ക്ലൈമ്പിങ്ങും കണ്ടു കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം. അങ്ങനെയല്ലേ, ഇത് പാർക്കിലുള്ള ഒരുവിധം തന്നെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. പിള്ളേർ ശരിക്കും ചെയ്യും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ എടുത്തേ. റോപ്പ് ക്ലൈമ്പിങ് അവിടെ ഉണ്ട്. റോപ്പ് ക്ലൈമ്പിങ് നമുക്ക് ധൈര്യമുള്ളവർക്ക് റോപ്പ് ക്ലൈമ്പിങ്ങും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാ. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ നടന്ന് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. അപ്പം നടന്ന് കാഴ്ചകൾ കാണാം. ഇത്ര നേരം സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല, നമ്മളൊന്നും പറഞ്ഞില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗാനമേള നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എന്താ പറയുക സൗണ്ട് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കോപ്പറേറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്കത് മ്യൂട്ട് ചെയ്ത് കളയണം. അതുകൊണ്ടാണ് ഇത് കണ്ടോ മൊത്തത്തിൽ കണ്ടോ നല്ല അടിപൊളി സൂപ്പറായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മാജിക് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. പിള്ളേർ ഇതേണ്ട സിപ്പ് ലൈൻ പോകുന്നുണ്ട്. അതെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അടിപൊളിയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വല്ലതും സ്പെഷ്യലായിട്ട് ഇനി കാണുവാണെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് കാണുവാണെങ്കിൽ കാണിക്കാട്ടോ. കണ്ട ഗീവർ ഇതിൽ തൂങ്ങി ആടാൻ നോക്കുക കേട്ടോ. പക്ഷെ അവൻ താഴെ പോയി. ഇനി എന്ത് സാധനം കാണിക്കാൻ പോണേ? ഇവിടെ എന്താ ഉള്ളേ? അവൻ എന്നെയും കൂട്ടി എങ്ങോട്ടേക്ക് പോകണ്ട കേട്ടോ. ആ കയറിക്കോ. അവൻ അതിലേക്ക് കയറാൻ പോകണോട്ടോ ഗൈസ്. നീ ഇവിടെ കയറിയിട്ട് എങ്ങനെയാണ് ഗീവറെ ഒരു ഹായ് കാണിച്ചിട്ട് വെക്കോ? ഇതെങ്ങനെയാ ഇതിന്റെ പരിപാടി? അവൻ കയറി പോണേക്ക് എന്റെ പൊന്നോ. Oh, great.
നോക്കിക്കടാ, പിന്നെ ഇറങ്ങി പോരാണോ? അങ്ങനെയല്ല, ചവിട്ട് ചവിട്ട്. ഓ ഇവിടെ എന്തൊക്കെ പരിപാടിയാ ഗൈസ്. നീ മോളിൽ കയറ്, മോളിൽ കയറ്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് ഒരു മാജിക് ഷോയാണ്. രാജസ്ഥാൻ മാജിക് ഷോ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം പുള്ളി കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആരും കാണാൻ വന്നിരുന്നില്ല. ഒടുവിൽ ഞങ്ങളെ വിളിച്ചിരുത്തി. അപ്പോൾ എൻ്റെ പപ്പയും മമ്മിയും ആദ്യം കയറിയില്ല കേട്ടോ. അപ്പോൾ അവരും വന്ന് കയറി. അവർക്ക് ഹാഫ് ടിക്കറ്റ് ഉള്ളൂ, 60+ ഹാഫ് ടിക്കറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞ് അവരും കയറി. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ വിളിച്ചിരുത്തിയിട്ട് ഒരു മാജിക് കാണിക്കുകയാണ്. പൈസ കൊണ്ടുള്ളൊരു മാജിക്കാണ്. പുള്ളി ആദ്യം 1 രൂപയുടെ തുട്ട് കൊടുത്തു. പിന്നെ അത് എന്തൊക്കെയോ മാജിക് കാണിച്ച് അത് 2 തുട്ടാക്കിയിട്ട് 2 1 രൂപയുടെ തുട്ടാക്കി. പിന്നീട് പുള്ളി ആ തുട്ടിനെ എന്തൊക്കെയോ കാണിച്ച് കൊച്ചിനോട് ഊതാനൊക്കെ പറഞ്ഞിട്ട് അതിനെ കാണിച്ചപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ ആ പൈസ നഷ്ടമായി. അത് എവിടെയാണെന്ന് വെച്ചപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ കൈയുടെ ഇടയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ഒരു തട്ടിക്കൂട്ട് മാജിക്ക്. നമുക്കറിയാലോ മാജിക് ഷോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ സംഭവമൊന്നുമില്ല, ഇത് വലിയൊരു ട്രിക്കാന്ന് നമുക്കറിയാം. അപ്പോൾ ആ മാജിക് ഷോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി പല ടൈപ്പുള്ള മാജിക് ഷോ കാണിച്ചിട്ടോ. ഒരു പ്രാവിനെ എടുത്തിട്ട് 2 പ്രാവാക്കലും. എൻ്റെ അതിന് ഒരു 100 രൂപ വാങ്ങിക്കൊണ്ട് പോയി. എൻ്റെ അതിനെ പുള്ളി ചുരുട്ടി കൂട്ടി അത് പേപ്പറാക്കി തന്നു, പിന്നെ കത്തിച്ച് കളഞ്ഞു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് നമ്മൾ പൂളാണ് കേട്ടോ. കൊച്ചിനെ പൂളിൽ ചാടിച്ചിട്ടുണ്ട്. ഇതേ പൂളിൻ്റെ വീഡിയോ ഭയങ്കര നോയ്സാണ്. അപ്പോൾ പൂളിൻ്റെ വീഡിയോസ് കണ്ടാ. അപ്പോൾ ഇത് പൂളിൻ്റെ ഇപ്പുറ സൈഡിലുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ നോക്കിയാൽ നല്ല സൂപ്പർ വ്യൂ ആണ്. ഇതേ വ്യൂ നോക്കി, ഇത് ഇരുട്ടി തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ സന്ധ്യ ആയതിൻ്റെ വ്യൂസാണ്. ആകാശമൊക്കെ ഇരുണ്ട് തുടങ്ങി. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. ചിറ്റലപ്പള്ളി സ്ക്വയറിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത് എനിക്ക് 350 രൂപയ്ക്ക് വൻ വർത്താണ്. പൂളിന് 270 അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പിള്ളേരെ കൊണ്ട് ഇവിടെ വരാൻ നല്ല അടിപൊളിയാണ്. ഞങ്ങളുടെ മൂവാറ്റുപുഴയിൽ ഇവിടം വരെ എത്തി. ഞാൻ കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താണെങ്കിലും 15 കൊല്ലം ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഞാൻ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. കൊച്ചവിടെ നീന്തണ്ടോ. അതേ നീല ഡ്രസ് ഇട്ടാ കൊച്ച്. കൊച്ച് അടിപൊളിയാണ് നീന്ത. ഒരു ഹായ് കാണിച്ചാടാ. ഒന്ന് നീന്തി വന്നേ നോക്കട്ടെ. അയ്യോ അവിടെ ഇടിക്കും. അങ്ങനെ നീന്തി പോ, അങ്ങനെ നീന്തി പോ. കുഴപ്പമില്ല, നീന്തിക്കോ. ഇങ്ങോട്ട് വാ. നമ്മളിപ്പോൾ വന്നേക്കുന്ന ചെറിയ പിള്ളേരുടെ സെക്ഷനായിട്ട്. ഇവിടെ ചെറിയ പിള്ളേർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം 3.5 വയസ്സ് വരെ ഉള്ളവർ, 3 വയസ്സ് വരെ. അതേ പിള്ളേർ കളിക്കണുണ്ടോ. പിന്നെ ചെറിയ പിള്ളേർക്ക് ഇവിടെ അടിച്ച് പൊളിച്ച് നടക്കാം കേട്ടോ. സൈക്കിളൊക്കെ ചവിട്ടി വളരെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അതായത് ചിറ്റലപ്പള്ളി സ്ക്വയർ, കൊച്ചൗസ ചിറ്റലപ്പള്ളിയുടെ ഒരു പ്രോജക്റ്റ് അടിപൊളിയായിട്ട് പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാം. അപ്പം പൂളി തന്നെ കണ്ടില്ലേ, എത്ര മുതിർന്നവരും പിള്ളേരൊക്കെ പൂളി കിടക്കണേ. ഇത് കണ്ടില്ലേ, അത് നോക്കി സൂപ്പറായിട്ട് കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുണ്ട് പൊളിച്ച്. അടുത്തതായി നമ്മുടെ വീഗലാൻഡിലേക്കുള്ള പോലത്തെ ഒരു റൈഡില്ലേ, ഒരു വാട്ടർ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തൊന്ന് നേരെ വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ കൊച്ചിനോട് അതിൽ കയറേണ്ടോന്ന് ചോദിച്ചപ്പോൾ കൊച്ചി ഡബിൾ റെഡി. കൊച്ച് ഓടിപ്പോയി അതിൽ കയറാൻ പോയിട്ടോ. അപ്പോൾ അത് 2 ടൈപ്പുണ്ട്, ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പണും.
അപ്പോൾ കൊച്ചി ഇത് രണ്ടിലും കയറാൻ പോവാണ്. അപ്പോൾ കയറി കഴിഞ്ഞിട്ട് എന്താവുമെന്ന് നമുക്കറിയാൻ പാടില്ല. നിങ്ങളൊന്ന് കാണട്ടോ. വന്നു ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു സിപ്പ് ലൈൻ ആട്ടോ. ഈ സിപ്പ് ലൈൻ എക്സ്ട്രാ ചാർജാണ്. നിങ്ങൾ നോക്കി അടിപൊളിയല്ലേ സിപ്പ് ലൈൻ. പക്ഷേ ചെറുതാട്ടോ. ഇപ്പോൾ ഇവിടെ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല ലേസർ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നൈറ്റ് വ്യൂ ഉള്ളത്. അപ്പോൾ നമ്മളൊരു 4:30-5 മണി ടൈമിൽ വന്നിട്ട് ഒരു 7:30 വരെ ഇവിടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് നൈറ്റ് ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ നല്ല LED ലൈറ്റ് നല്ല മാല ബൾബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അടിയിൽ നിന്ന് ഇവർ ലേസർ ലൈറ്റൊക്കെ കൊടുത്തേക്കണതൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ മരത്തിൻ്റെ അടിയിൽ നിന്ന് കൊടുത്ത് അത് ഇലയിലേക്ക് തട്ടുമ്പോൾ ഒക്കെ ഉള്ളൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഓരോ ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് ക്ലോസപ്പ് ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റി. നല്ല ഭംഗിയുണ്ട് ഇവരുടെ ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. നൈറ്റിലാണ് കുറച്ചുകൂടെ അടിപൊളി. പക്ഷേ നൈറ്റിൽ വന്നാൽ പിള്ളേർക്ക് അതിന് കളിച്ചെടുക്കാൻ പറ്റില്ല. എങ്കിലും സംഭവം സെറ്റപ്പാണ്, വർത്താണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടാ. അപ്പോൾ ഫ്രണ്ട്സ് ദേ അടിച്ച് പൊളിച്ച് ഞങ്ങൾ പുറത്ത് ചാടിയുണ്ട്. കൊച്ച് ദേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി. പിന്നെ ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് സൈക്കിളൊക്കെ ചവിട്ടി. എന്തായാലും 350 രൂപയ്ക്ക് വർത്താണ്. ഞങ്ങളങ്ങനെ പുറത്ത് ചാടിയുണ്ട്. ഗീവറും പറട എക്സിറ്റ് അതാണ് എക്സിറ്റ്. അപ്പോൾ ഈ വീഡിയോ അത് തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ഫ്രം എജിപീസ് വേൾഡ്.